നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പിണറായി സർക്കാരിനെതിരെ കേരളത്തിൽ ശക്തമായി ഇളകിയിരിക്കുന്നത് സ്ത്രീകളാണ്. ഈ സർക്കാരിനെ ഇനിയും സഹിക്കാൻ വയ്യ, ഇവരെ വെച്ചു പൊറുപ്പിക്കാൻ പാടില്ല എന്ന് കലിയിളകി രംഗത്തുള്ളതും സ്ത്രീകൾ തന്നെയാണ്. ഞങ്ങൾ സ്ത്രീപക്ഷ പാർട്ടിയാണ് എന്നൊക്കെ തള്ളിമറിക്കുന്ന പാർട്ടിയെ കണ്ണെടുത്താൽ കണ്ടുകൂടാ ഇന്നാട്ടിലെ സ്ത്രീകൾക്ക്. സഖാക്കളെ വളഞ്ഞിട്ട് തല്ലും ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതായത് സ്ത്രീകൾ കൈകാര്യം ചെയ്യും എന്ന നിലയിലേക്കാണ് കേരളത്തിൽ സംഭവ വികാസങ്ങൾ മാറുന്നത്. അതായത് CPM-നെയും പിണറായി വിജയനെയും ഇവർക്ക് കണ്ടുകൂടാ. ഈ പാർട്ടിയുടെ സമീപനവും ഈ സർക്കാരിന്റെ പല ചെയ്തികളും കൊണ്ട് തന്നെയാണ് സ്ത്രീ സമൂഹം ഇവർക്കെതിരെ ഇളകിയിരിക്കുന്നത്. നമുക്കറിയാം, സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് നടന്ന കളികളെല്ലാം നമ്മൾ കണ്ടതാണ്. ഈ സർക്കാർ നീതി ഉറപ്പാക്കുമെന്ന് ആ കുടുംബത്തിന് വാക്കുകൊടുത്തു. പക്ഷെ അവരെ പച്ചയ്ക്ക് വഞ്ചിക്കുന്ന സമീപനമാണ് കാണിച്ചത്. എന്നാലും ആ അമ്മയും അച്ഛനും പോരാട്ടം തുടരുക തന്നെ ചെയ്യുമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. മാത്രമല്ല, കണ്ണൂരിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ബോംബ് നിർമ്മാണത്തിൽ കൊല്ലപ്പെടുന്നതെല്ലാം സഖാക്കളാണ്. അതായത് അണികൾ, ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരാണ് അധികവും കൊല്ലപ്പെടുന്നത്. ഈ കുടുംബങ്ങൾ അനാഥമാകുകയാണ്. ഇവരെ പ്രതീക്ഷയോടെ കാണുന്ന ഓരോ കുടുംബങ്ങളും അനാഥമാകുകയാണ്. പാർട്ടി ഗ്രാമങ്ങളിലെ സ്ത്രീകൾ പോലും ഈ മുടിഞ്ഞ ഭരണം ഒന്ന് അവസാനിച്ചു കിട്ടാൻ പ്രാർത്ഥിക്കുകയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, സ്ത്രീകളുടെ പ്രാക്ക് കേൾക്കാത്ത ഒരു ദിവസം പോലും പിണറായി സർക്കാരിനും CPM-കാർക്കും ഇല്ല എന്നതാണ് വസ്തുത. കൊടി കീറി വലിച്ചെറിയുന്ന ദൃശ്യങ്ങളും ഒക്കെ തന്നെ കേരളം കണ്ടതാണ്. അതായത് CPM-ന്റെ കൊടി വലിച്ചെറിയുന്ന സ്ത്രീകളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. ഇത്തരത്തിൽ സ്ത്രീ സമൂഹം വലിയ രീതിയിൽ CPM-നെതിരെ തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ CPM-ന് വലിയ തിരിച്ചടി ഉണ്ടാക്കിയതും ഈ ഘടകങ്ങൾ തന്നെയാണ്. അതായത് സ്ത്രീകൾ മറ്റു പാർട്ടിക്കാർക്ക്, കോൺഗ്രസിനും BJP-ക്കും വോട്ട് ചെയ്ത രീതിയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ കണ്ടത്. ഇപ്പോൾ കണ്ണൂരിലെ വിഷയം തന്നെ എടുത്തു പറയാൻ കാരണമുണ്ട്. അതായത് കണ്ണൂരിൽ നിന്നും CPM-നെതിരെ ശക്തമായി ഇപ്പോൾ ബോംബ് വിഷയത്തിൽ പ്രതികരിച്ചത് സീനയാണ്. സീനയെ ഇപ്പോൾ വലിയ രീതിയിൽ ആൾക്കാർ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് അഭിനന്ദനങ്ങൾ നൽകുകയും ഒക്കെയാണ്. മറിയക്കുട്ടിയെ നമുക്കറിയാം, മറിയക്കുട്ടിയാണ് കേരളത്തിന്റെ യഥാർത്ഥ പ്രതിപക്ഷമെന്ന് ജനങ്ങൾ തന്നെ പറഞ്ഞിരുന്നു. മറിയക്കുട്ടിയും ഒക്കെ ഒരു ഹീറോ പരിവേഷത്തിലാണ് നിൽക്കുന്നത്. CPM-നെതിരെ പ്രതികരിക്കുന്ന സ്ത്രീകളെ തലപ്പൊക്കത്തിൽ കൊണ്ടാടുകയാണ് മലയാളികൾ. അത് ഈ പിണറായി വിജയനോടും CPM-നോടുമുള്ള എതിർപ്പ് തന്നെയാണ് കാരണം. പലപ്പോഴും പുരുഷന്മാർ മിണ്ടാതിരിക്കുമ്പോൾ പോലും പാർട്ടിക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്ന പിണറായി വിജയനെതിരെ അങ്ങേയറ്റം രോഷത്തോടെ പ്രതികരിച്ച് രംഗത്ത് വരുന്നതും ഈ സ്ത്രീകൾ തന്നെയാണ്. ഈ സ്ത്രീകളാണ് ശരിക്കും ഇപ്പോൾ കേരളത്തിലെ ഒരു ശക്തമായ പ്രതിപക്ഷമായി മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും CPM-നെതിരെ സഖാക്കളെ വലിച്ചു കീറി അടുപ്പത്ത് വയ്ക്കുന്ന സ്ത്രീകളെ വലിയ രീതിയിൽ വൈറലാകുന്നത്. കേരളം സമസ്ത സന്നാഹങ്ങളോടെ ഒരു അന്തിമ പോരാട്ടത്തിലേക്ക് നീങ്ങേണ്ട ഘട്ടമായോ? ഫാസിസവും ഫാസിസ്റ്റ് വിരുദ്ധരും തമ്മിലാണോ ഇനി അംഗം? കണ്ണൂർ എരഞ്ഞോളിയിലെ നിഷ്കളങ്കരായ സീനമാരാകണം ഇനി നമ്മുടെ ഝാൻസി റാണിമാർ. ജനങ്ങളുടെ സ്വൈര്യത തകർക്കാൻ തലങ്ങും വിലങ്ങും കൊണ്ടിടുന്ന ഉഗ്ര സ്ഫോടക ശേഷിയുള്ള ബോംബുകൾ ഏമാന്മാരെ നോക്കി കൊഞ്ഞണം കുത്തുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അത്യുന്നത നേതാവ് ജാള്യം കൊണ്ട് തലപൊക്കാനാകാതെ ഇളിഭ്യനായി നടക്കുന്നത് കാണുമ്പോൾ മാനമുണ്ടെങ്കിൽ ആ തൊപ്പി ഊരി സീനയുടെ തലയിൽ വെക്കണം. ഒരു വലിയ സമൂഹത്തോടാണ് ആ യുവതി നട്ടെല്ലുയർത്തി സംസാരിച്ചത്. നീതി സീനയുടെ പക്ഷത്താണെന്ന് വെട്ടി തുറന്നു പറഞ്ഞ് ശക്തിധരൻ ഇപ്പോൾ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. അതിൽ കുറെ കാര്യങ്ങൾ ശക്തിധരൻ പറയുന്നുണ്ട്. ഏറെ ചർച്ചയാകുന്ന കുറച്ച് കാര്യങ്ങളാണ്, ചർച്ച ചെയ്യപ്പെടേണ്ട കുറച്ച് കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. സീനയ്ക്ക് ആരെയും ഭയക്കേണ്ട കാര്യമില്ല, ആരെയും ഭയവുമില്ല അവർക്ക്. എത്ര ലാഘവത്തോടെയാണ് പോലീസ് സേന ഈ സംഭവത്തെ കണ്ടത്. പാർട്ടി ബോസുമാരെ ഭയമാണ് പോലീസിന്. ഗുണ്ടകളും സേനയും മാഫിയകളും തമ്മിലുള്ള അച്ചുതണ്ടിൽ നിഷ്ക്രിയരായ കാവലാളാണ് സേനയുടെ തലപ്പത്തുള്ളവർ. ബോംബുകൾ നിർമ്മിക്കുന്നത് ആരാണെന്ന് വിളിച്ചു പറഞ്ഞ സീനയുടെ ധീരത കണ്ടപ്പോൾ പോലീസ് ഏമാന്മാർ ചൂളിപ്പോയി. ഇങ്ങനെ ഒരു അവതാരത്തെ എരഞ്ഞോളിയിൽ നേരിടേണ്ടി വരുമെന്ന് സേനയിൽ ആരും പ്രതീക്ഷിച്ചില്ല. പോലീസ് തലപ്പത്തിരിക്കുന്നവൻ കയറ്റിവെച്ചിരിക്കുന്ന തൊപ്പി നാടക കമ്പനിയുടേതാണോ എന്ന് സംശയിച്ചു പോകും. എരഞ്ഞോളിയുടെ അഭിമാനത്തെ കണ്ടാൽ ഇനി ഏമാന്മാർക്ക് മുട്ടിടിക്കും.
നാട് നമിക്കുന്നു. സീനയാണ് മാതൃക. ബോംബുകൾ തെരയലും കണ്ടെത്തലും ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണോ? പോലീസുകാരന്മാരുടെ വീട്ടുവളപ്പിൽ ബോംബിരുന്നാലും അതും കണ്ടെത്തുക അവരവരുടെ കടമയാണോ? എന്നാൽ പിന്നെ എന്തിനാണ് ഇവിടെ പോലീസ്? ബോംബ് സ്ഫോടനത്തെ തുടർന്ന് എരഞ്ഞോളിയിൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തിൽ ഭയചകിതരാണ് ജനങ്ങൾ. സീനയെ CPM എത്ര ഭയപ്പെടുത്തിയാലും കേരളം ഒപ്പമുണ്ടാകും. പേപ്പട്ടികൾ വീട്ടിലെത്തി സീനയെ ഭീഷണിപ്പെടുത്തിയത്രേ. ഈ ഗുണ്ടാ സംഘത്തിന് കീഴ്പ്പെട്ട് ജീവിച്ചില്ലെങ്കിൽ ആരെങ്കിലും വീട്ടിൽ ചത്തുകിടന്നാൽ ശവമെടുക്കാൻ പോലും ആരും ചെല്ലില്ലത്രേ. എടോ പുല്ലേ, ഇവിടെ പിണറായി വിജയനാണോ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ശവമടക്കാൻ ഇനി ആരെയും കിട്ടില്ലത്രേ. ഈ മുഖ്യമന്ത്രി എരഞ്ഞോളിയിലെ സീനയുടെ വീട്ടിൽ ചെന്ന് എത്ര ജഡമെടുത്ത് പുഴുങ്ങി തിന്നും? അതൊന്ന് കാണണമല്ലോ. ജഡമെല്ലാം എടുത്ത് പുഴുങ്ങി തിന്നുമോ? അത്ര വലിയ നരഭോജിയോ മുഖ്യമന്ത്രി? ഇത്തരത്തിൽ CPMനെയും പിണറായി വിജയനെയും കടന്നാക്രമിക്കുന്ന തരത്തിലാണ് ശക്തിധരൻ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. സീനയ്ക്ക് സല്യൂട്ട് അടിക്കുകയാണ് ശക്തിധരൻ. ശക്തിധരൻ മാത്രമല്ല, ഈ പാർട്ടിയെ അങ്ങേയറ്റം വെറുക്കുന്ന കുറേ മനുഷ്യർ, അവരെല്ലാം ഇപ്പോൾ സീനയ്ക്ക് കൈയടിക്കുകയാണ്. കാരണം അവർ മടുത്തു കഴിഞ്ഞു, അത്രത്തോളം ഈ പാർട്ടിയോട് അകന്നു കഴിഞ്ഞു. സ്ത്രീപക്ഷമായിരുന്ന ഒരു CPM സർക്കാർ ഇവിടെ ഉണ്ടായിരുന്നു, CPM ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പണ്ട് കറതീർന്ന കമ്മ്യൂണിസ്റ്റുകൾ ഉണ്ടായിരുന്ന കാലത്ത്. പക്ഷെ ഇപ്പോൾ ഇന്നതല്ല അവസ്ഥ. പിണറായി വിജയന്റെ ഭരണത്തിൽ ഏറ്റവും കൂടുതൽ നരകയാതന അനുഭവിക്കുന്നത് സ്ത്രീകൾ തന്നെയാണ്. അത് എടുത്തു പറയണം. കാരണം എത്രയോ സ്ത്രീകളുടെ താലി അറുത്തു, എത്രയോ അമ്മമാരുടെ കണ്ണുനീരിന് കാരണക്കാരനാണ് ഈ പിണറായി വിജയൻ. അതൊന്നും എണ്ണിയാൽ തീരില്ല, അത്രത്തോളം ഉണ്ട് ഈ പാർട്ടിയുടെ തോന്നിവാസങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ വെറുത്തു കഴിഞ്ഞിരിക്കുന്നത്. സ്ത്രീകൾ ഈ സഖാക്കന്മാരെ കയ്യിൽ കിട്ടിയാൽ നടു റോഡിലിട്ട് തല്ലുന്ന കാലം അത്ര വിദൂരമൊന്നുമല്ല. ഇനിയും ഈ ധാർഷ്ട്യം കൊണ്ടാണ് നിങ്ങളുടെ മുന്നോട്ട് പോക്കെങ്കിൽ അത് അധികം വൈകാതെ തന്നെ കാണേണ്ടിയും വരും. ഇപ്പോൾ കണ്ണൂരിൽ ഒരു ബോംബ് പൊട്ടിയ സംഭവം നമ്മൾ ഒരു പ്രായമായ മനുഷ്യൻ മരിച്ചു. ആ സംഭവം വലിയ വിവാദമായി കത്തി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ കണ്ണൂരിലെ കൂത്തുപറമ്പിൽ, ആളൊഴിഞ്ഞ പറമ്പിൽ നിന്ന് സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോഴാണ് വീണ്ടും ബോംബുകൾ കണ്ടെത്തിയത്. കൂത്തുപറമ്പ് പോലീസ് നടത്തിയ പരിശോധനയിലാണ് വഴിയരികിലെ പറമ്പിൽ നിന്ന് 2 ബോംബുകൾ കണ്ടെടുത്തത്. ചാക്കിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു ബോംബുകൾ കണ്ടെത്തിയത്. ഇവ ഉഗ്രശേഷിയുള്ളവയാണെന്നാണ് പോലീസ് പോലും വ്യക്തമാക്കുന്നത്. ആമ്പിലാട് മഹാവിഷ്ണു ക്ഷേത്രത്തിന് സമീപത്തെ പറമ്പിലാണ് ബോംബുകൾ കണ്ടെത്തിയിരിക്കുന്നത്. എരഞ്ഞോളി ബോംബ് സ്ഫോടനത്തിന് തൊട്ട് പിന്നാലെ അതിന്റെ വിവാദം പോലും ഒന്ന് കെട്ടടങ്ങിയിട്ടില്ല. അതിനു മുൻപ് തന്നെയാണ് കണ്ണൂരിൽ പോലീസ് വ്യാപക പരിശോധന നടത്തിയതും ഇപ്പോൾ ബോംബ് പിടികൂടിയിരിക്കുന്നതും. ഒന്ന് ഓർത്തു നോക്കണം, ക്ഷേത്ര പരിസരത്ത് നിന്നാണ് ഈ ബോംബ് കണ്ടെത്തിയിരിക്കുന്നത്. വർഗീയ കലാപം ഉണ്ടാകാൻ ഇതിലും വലിയ എന്ത് കാരണമാണ് വേണ്ടത്? കണ്ണൂരിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അതിദാരുണമാണ് അവിടുത്തെ അവസ്ഥ. നിങ്ങളൊന്ന് ഓർത്തു നോക്കണം, ഒരു മുഖ്യമന്ത്രിയും ആഭ്യന്തര മന്ത്രിയുമുള്ള നാടാണ്. അതായത് രണ്ടും ഭരിക്കുന്ന ഒരാളാണെങ്കിലും അദ്ദേഹത്തിന്റെ നാടാണ് കണ്ണൂര്. എത്ര മന്ത്രിമാർ കണ്ണൂരിൽ നിന്നുണ്ട്, എത്ര ജനപ്രതിനിധികൾ, CPMന്റെയും ഒക്കെ തന്നെ എത്രയോ ആൾക്കാർ, CPMന്റെ തന്നല്ല എത്രയോ പാർട്ടിക്കാരുടെ, അതായത് കോൺഗ്രസിന്റെയും BJPയുടെയും ഒക്കെ നേതാക്കൾ കണ്ണൂരിൽ നിന്ന് ഉണ്ട്. പക്ഷെ ഇന്നോളം ഈ ബോംബ് രാഷ്ട്രീയത്തിന് ഒരു അറുതി വരുത്താൻ കഴിഞ്ഞിട്ടില്ല. കണ്ണൂരിലെ അമ്മമാരുടെ തോരാത്ത കണ്ണുനീരാണത്. എത്രയോ സ്ത്രീകളുടെ അവരുടെ സ്വപ്നങ്ങൾ ഇല്ലാതാക്കിയതാണ് ഈ മണ്ണ്. പക്ഷെ ഇന്നും തീർന്നിട്ടില്ല ഈ ഗതികേട്. ഏത് കാലത്ത് തീരും കണ്ണൂരിന്റെ ഈ ഗതികേട്? കണ്ണൂരിനെ ഇങ്ങനെ തന്നെ കൊണ്ടുപോകാനാണ് ഈ രാഷ്ട്രീയക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് മുൻപന്തിയിൽ നിൽക്കുന്നത് CPM തന്നെയാണ്. CPMൽ ഒരു കൂട്ടം ചെറുപ്പക്കാരെ, അതായത് ജോലിയും കൂലിയും ഇല്ലാത്ത ഒരു കൂട്ടം ചെറുപ്പക്കാരെ കൊല്ലാനും ചാകാനും വേണ്ടി വാർത്തെടുത്തിരിക്കുകയാണ്. പക്ഷേ ഈ നേതാക്കന്മാരുടെ മക്കളെല്ലാം അങ്ങ് വിദേശത്താണ്. അവർക്ക് കോടാനുകോടികളുടെ സമ്പത്തുണ്ട്. ഈ കേരളത്തെ പിഴിഞ്ഞുണ്ടാക്കിയ സമ്പത്തൊക്കെ തന്നെയാണ് നേതാക്കന്മാരുടെ മക്കളുടെ കൈവശമുള്ളത്. പക്ഷേ കേരളത്തിലെ ചെറുപ്പക്കാരെല്ലാം ഇങ്ങനെ കൊന്നും തിന്നും ചത്തുമൊക്കെ തീർന്നോട്ടെ എന്ന നിലപാട്. എന്തായാലും സ്ത്രീകൾ അറിഞ്ഞൊന്നിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടിയുടെ അടിവേരിളകും എന്നതിൽ ഒരു സംശയവും വേണ്ട. ഇപ്പോൾ തന്നെ സ്ത്രീകൾ പൊറുതിമുട്ടി പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു തുടക്കം മാത്രമാണ്. വടി വെട്ടിയിട്ടേ ഉള്ളൂ, അടി കിട്ടാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല തല്ലുകൊള്ളാൻ തയ്യാറായി നിന്നോളൂ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.